സൂപ്പർ പടം നല്ലതായിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേക്കണത്. ഞാൻ വീണ്ടും വീണ്ടും കാണട്ടെ. സൂപ്പർ നല്ല പടം, നല്ല പടം. ഗംഭീരം നല്ല പടം ബ്രോ, കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്, ഒരു ഫീലുണ്ട്. ഇപ്പോഴത്തെ സോഷ്യലി വളരെ റെലവൻ്റായിട്ടുള്ളൊരു ഒരു കാര്യം കൈകാര്യം ചെയ്തൊരു സിനിമ തന്നെയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന അതിൻ്റെ ഡയറക്ടറിനും എല്ലാ ഗ്രൂപ്പിനും എല്ലാവർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ചങ്കുറ്റം കാണിച്ചൊരു പ്രൊഡ്യൂസറിനും എൻ്റെ എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസ അറിയാം. നല്ല ട്വിസ്റ്റൊക്കെ ഇഷ്ടപ്പെടും, നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. വീണ്ടും കാണാൻ തോന്നും. നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ. സൂപ്പറാ ഇഷ്ടപ്പെട്ട പടം എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല. ഓവറോൾ പെർഫോമൻസ് എല്ലാം ഗംഭീര പെർഫോമൻസ് ആണ്. ഡയറക്ഷൻ, വിഷ്വലും എല്ലാം കിട്ടലായിരുന്നു. ഭയങ്കര വരവേൽപ്പായിരുന്നു. IFFK മിസ് ചെയ്തു. അപ്പോൾ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി, ഒന്നും പറയാനില്ല. വല്ലപ്പോഴും ഉണ്ടാവുന്ന മൂവിയാണ്, ഒരു ക്ലാസിക് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇത് ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ആർട്ട് ഫിലിമാണ് വിചാരിച്ച് പോയി കാണാതിരിക്കുന്നത്. ഒരു ലാഗും ഇല്ല, ഫുൾ എൻഗേജിങ് ആണ്, നല്ലൊരു ഫിലിമാണ്, ക്ലാസിക് പടമാണ്. അതോടൊപ്പം കൊമേഴ്ഷ്യൽ ഹിറ്റാവുന്ന ഫിലിമാണ്. ഒരു ആർട്ട് പടമാണ് ആദ്യം കാണാതിരിക്കുന്നത്. വിനയ് ഫോർട്ട് മാത്രമല്ല, ആക്ട്രസ് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാവരും എന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹീറോ വന്ന സ്ക്രിപ്റ്റാണ്, ഇത്തരം സ്ക്രിപ്റ്റാണ്, ഡയലോഗ്സാണ് മുഴുവൻ. എന്നാൽ പഞ്ച് ഡയലോഗ് അങ്ങനെയല്ല, കോൺവെർസേഷനാണ്. ഒരു പഞ്ചവടി പാടൽ പോലെ ഒരു ക്ലാസിക് ഫിലിമാണ്. ആട്ടം സിനിമ പേര് പോലെ തന്നെ അതൊരു നാടകവും ആ ഒരു സംഭവമായിട്ട് വന്നിരിക്കണം. എന്തായാലും പടം കൊള്ളാമെന്ന്, അതായത് വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് 10 മിനിറ്റ് ഈ പടത്തിൻ്റെ തുടക്കം തന്നെ 10 മിനിറ്റ് നാടകം, നമ്മൾ ഈ തട്ടേ കയറി എന്നൊക്കെ ഡയലോഗ് ഓർമ്മ വന്നു എനിക്ക്. കാരണം ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. കാരണം അവർ ഈ പറയുന്നത് പോലെ ഈ സിനിമയിൽ അവർ പുതുമുഖങ്ങളാണെന്നേ ഉള്ളൂ. ഒരു 10-20 വർഷമായിട്ട് അവരെല്ലാവരും വിനയാണെങ്കിലും നമ്മുടെ ആനന്ദ് ഡയറക്ടറടക്കം ഇവരെല്ലാം ഒരുമിച്ച് സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്കെല്ലാം സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം ഇപ്പം കിട്ടിയെന്നുള്ളൂ. അതവർ അവർ ലേറ്റായി പോയെന്നുള്ളതാണ്. എല്ലാവരും ഗംഭീര ആക്ടേഴ്സാണ്. അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും. അപ്പം അവരുടെയൊക്കെ ഒപ്പം ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമാണ്. അല്ല, അതൊരു ഫെസ്റ്റിവലിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഫെസ്റ്റിവൽ മൂവി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. അതാണ് തിയേറ്ററിൽ കണ്ടിട്ട് എല്ലാവരും പറയുന്നത്. ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് ആട്ടം. ടെക്നിക്കൽ സൈഡെല്ലാം ഗംഭീര ആൾക്കാരാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളവരും എല്ലാം. വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാം. മീറ്റു ആരോപണമല്ലേ ശരിക്കും ഇതിൻ്റെ അകത്തുള്ളത്? അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ശരിക്കും സിനിമയിൽ എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ട്? ഇത് സിനിമയല്ല, നമ്മൾ സിനിമയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിന് വളരെ മനോഹരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഡയറക്ടർ, റൈറ്റർ ആനന്ദ്. വളരെ ഭംഗിയായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇസ്ലാം ഫെസ്റ്റിവൽ മുതലായൊക്കെ വരെ ഈ പടത്തിൻ്റെ കൂടെ നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവസാനം ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു റിലീസ് ഇന്ന് നടന്നിട്ടുണ്ട്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഇന്ന് റിലീസായി. 11-ാം തീയതി GCC റിലീസാണ്, 12-ാം തീയതി വേൾഡ് വൈഡ് ആൻഡ് നോർത്ത് ഇന്ത്യ റിലീസാണ്. ഭയങ്കര സന്തോഷം. ബിക്കോസ് ഒരു നല്ല കണ്ടന്റ്, ഇത്രയും നല്ല തിരക്കഥ, വളരെ എന്താ പറയുക, ബ്രില്യൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. നിങ്ങൾ സിനിമ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഫിസിക്കൽ ഫൈറ്റ്സ് അല്ല, വെർബൽ ആക്ഷനാണ് ഇതിൽ കൂടുതൽ. നമ്മളെല്ലാവരും ഇങ്ങനെ സീറ്റ് ടച്ചിലിരുന്ന് കാണുന്ന പോലത്തെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാവരും മലയാളി പ്രേക്ഷകർ 2024 ആദ്യത്തെ വീക്കെൻഡിൽ വന്ന സിനിമകളെല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു. വേറെ നല്ല കുറേ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് വളരെ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ആട്ടം. വെരി പ്രൗഡ് ഓഫ് ദിസ് ഫിലിം ആൻഡ് വെരി പ്രൗഡ് ഓഫ് ദ ടീം. ഈ സിനിമയുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും 25 വർഷത്തിലധികമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഒരു 35 ദിവസത്തിലധികം അവർ റിഹേഴ്സൽസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. സിംഗ് സൗണ്ടാണ്. ഒരുപാട് ടെക്നിക്കലി ഒരുപാട് എഫേർട്ട് ഇതിൽ എല്ലാം വർക്ക് ചെയ്ത് എല്ലാവരും എടുത്തിട്ടുണ്ട്. സോ അത് സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ റിയലി ഹോപ്പ് നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്ത പോലെ പ്ലീസ് സപ്പോർട്ട് ഗുഡ് ഫിലിംസ്. സിനിമയ്ക്ക് നമ്മളെ
നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.